ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റാലിയൻ ലീഗിൽ നടന്ന നാപ്പോളി വേഴ്സ് അറ്റ്ലാന്റ മത്സരം 3-2 എന്ന ഗോൾ സ്കോറിനായിരുന്നു നാപ്പോളി വിജയം കരസ്ഥമാക്കിയത്. നാപ്പോളിക്ക് വേണ്ടി ലുക്കാക്കോ, മക്ടോമനി എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി 50 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാപ്പോളി. 43 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് അറ്റ്ലാന്റ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈക്വലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലായിരുന്നു രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ്. എനിക്ക് ഒരു സമയത്ത് അറ്റ്ലാന്റ വിൻ ചെയ്തു പോകും എന്ന് ധരിച്ചിരുന്ന ആ ഒരു സമയത്താണ് നാപ്പോളിൻ്റെ ഒരു മരണമാസ് കംബാക്ക്. മൈ ഗോഡ്, ലുക്കാക്കോ തന്നെയാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന തരത്തിൽ ചിന്തിച്ചു പോകും. ആണ് യുണൈറ്റഡിൽ കളിക്കുന്ന സമയത്ത് വെറും ബോക്സിൽ മാത്രം, ചെൽസിയിലായാലും വലിയ രീതിയിലുള്ള ഒരു ഫോമൊന്നും ഉണ്ടായിരുന്നില്ല ലുക്കാക്കോനെ സംബന്ധിച്ചിടത്തോളം. ബോക്സിൽ മാത്രം പെറ്റിയെടുക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ലുക്കാക്കോ. പക്ഷെ നാപ്പോളിയിൽ ഡിഫെൻസീവിലെല്ലാം മിഡ്ഫീൽഡിലൊക്കെ വന്നിട്ട് കളിക്കുന്ന ഒരു കളി കാണുന്ന സമയത്ത് ഇത് ലുക്കാക്കോ തന്നെയാണോ എന്ന് നമ്മൾ പലവട്ടം ചിന്തിച്ചു പോകും. അത്രയും ഹൈ ലെവൽ പെർഫോമൻസ് ആണ് ലുക്കാക്കോൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യം, മക്ടോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു മാൻ ട്രാക്ക് ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കയ്യിൽ നിന്ന്, യുണൈറ്റഡിൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്ലെയറാണ് മക്ടോമിനെ എന്താ പറയേണ്ട കാഴ്ച. വളരെയധികം സങ്കടമുണ്ട് മക്ടോമിനെ പോലത്തെ ഒരു പ്ലെയറിനൊക്കെ സെല്ല് ചെയ്തതിൽ. ആണ് ഇപ്പോഴത്തെ ഒരു മക്ടോമിനിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ എനിക്ക് വലിയ വലിയ താരങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് റോഡ്രിയുടെ ആ റേഞ്ചിലേക്ക് വരും എന്നല്ല പറയുന്നത്, പക്ഷേ ഓരോ മത്സരം കഴിയുന്തോറും അങ്ങനെയുള്ള ഒരു ഗ്രോത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു മനുഷ്യനെയാണല്ലോ നമ്മൾ സെല്ല് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഗൈസ്. ഈ ഒരു മത്സരം കാണാത്തൊക്കെ വളരെ വലിയ നഷ്ടം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും ഈ സീസണിൽ പ്രീമിയർ ലീഗിനേക്കാൾ ഒരു ടോപ്പ് 6, ടോപ്പ് 8 വരെ പോകാം. ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു ടോപ്പ് 8 ഇറ്റാലിയൻ ടീമിലെ ഓപ്പോണൻ്റായിട്ട് വരുന്ന സമയത്തുള്ള ഒരു മത്സരം. മാച്ച് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.